ചില സ്ഥലങ്ങൾ നമ്മൾ കാണുന്നത് കൊണ്ടല്ല, നമ്മൾ നിശബ്ദരാകുന്നത് കൊണ്ടാണ് ഓർമ്മയിൽ പതിയുന്നത്. തിരക്കുകളിൽ നിന്ന്, ശബ്ദങ്ങളിൽ നിന്ന്, സ്വയം നമ്മളിൽ നിന്ന് പോലും ഒന്നകലെ പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ കൂർഗിന്റെ ഹൃദയത്തിൽ പ്രകൃതി നിശബ്ദമായി കാത്തുവെച്ചൊരു സ്ഥലമുണ്ട്. ചിക്ലെഹോളി ഡാം. ഇതൊരു യാത്രയല്ല, അനുഭവമാണ്. അതെ, ഇന്നത്തെ യാത്ര നമ്മൾ ചിക്ലെഹോളി ഡാമിലേക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കൂർഗ് ജില്ലയിലാണ്. ഇതൊരു ശാന്തവും മനോഹരവുമായ സ്ഥലമാണ് കേട്ടോ. കൂർഗിന്റെ തിരക്കേറിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് കുറച്ചകലെ പ്രകൃതിയുടെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഒളിഞ്ഞിരിക്കുന്ന രത്നമാണ് ഈയൊരു ഡാം. കാവേരി നദിയുടെ ഉപനദിയായ ചിക്ലെഹോൾ നദിയെ തടഞ്ഞു നിർമ്മിച്ച ഈ റിസർവോയർ ചുറ്റും പച്ചപ്പും അതുപോലെ തന്നെ കുന്നുകളും നിറഞ്ഞ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പിന്നെയുണ്ടല്ലോ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള ശാന്തത തന്നെയാണ്. വലിയ തിരക്കോ ശബ്ദകോലാഹലങ്ങളോ ഇല്ലാതെ കാറ്റിൻ്റെ മൃദുവായ സ്പർശവും വെള്ളത്തിൻ്റെ നിശബ്ദമായ ഒഴുക്കും നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. ഇന്ത്യയുടെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന ഈ കൂർഗ് ശരിക്കും ഈ ഒരു പേര് കൊണ്ട് അർത്ഥവത്തായിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണെന്ന് എനിക്ക് തോന്നിപ്പോയി. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഡാമിലെ വെള്ളനിരപ്പ് ഉയരുമ്പോൾ ഈ പ്രദേശം ശരിക്കും സ്വർഗതുല്യമായി മാറും. ശരിക്കും മഴക്കാലത്ത് ഈ ഒരു ഭാഗമൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഈ ചിക്ലെഹോൾ ഡാം കുശാൽ നഗറിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ടേക്കുള്ള റോഡ് യാത്ര വളരെ മനോഹരമാണ്. ഇരുവശത്തും കോഫിത്തോട്ടങ്ങളും കാടുകളും കാണാൻ പറ്റും. ശരിക്കും കൂർഗിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് തിരക്കില്ലാത്ത അതുപോലെ പ്രകൃതിയോട് ചേർന്ന ഒരു അനുഭവം വേണമെങ്കിൽ ചിക്ലെഹോളി ഡാം തീർച്ചയായും നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഇങ്ങനെ മനോഹരമായ സ്ഥലങ്ങളുടെ കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും കാണാം മറ്റൊരു മനോഹര യാത്രയുമായി. താങ്ക് യു ഫോർ വാച്ചിങ്.